നമസ്കാരം. ചാനൽ 91 സ്പെഷ്യൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ട്രാൻസ്ജെൻഡേഴ്സ് പൊതുസമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടവർ അല്ല, അവരെ ഹൃദയപൂർവ്വം ചേർത്ത് പിടിച്ച് സമൂഹത്തിന് ഒപ്പം കൂട്ടി സ്നേഹ പരിഗണനകൾ നൽകേണ്ടവർ തന്നെയാണ്. മലയാളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ അത്തരമൊരു മഹനീയ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 10 പേർക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള തുക തൃശൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൈമാറി. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാമൂഹിക കാരുണ്യ കൂട്ടായ്മയായ പ്രതീക്ഷ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മലയാള സിനിമാ താരവും BJP തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയാണ് 10 പേർക്കായി 12 ലക്ഷം രൂപ സഹായം നൽകി മാതൃകയായി മാറിയത്. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ കൊച്ചിയിൽ ചേർന്ന ട്രാൻസ്ജെൻഡർ സ്നേഹ സംഗമത്തിലാണ് അനീഷ, മിഖ, വീനസ് പോൾ, ശ്രവന്തിക, ഗോപിക, പ്രീതി, അഭിരാമി, റെന, ടീന, എൽസ, അദ്രിജ എന്നീ 10 പേർക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്ന മുഴുവൻ തുകയും താൻ നൽകാമെന്ന് സുരേഷ് ഗോപി ഉറപ്പ് നൽകിയത്. രാഷ്ട്രീയ ജീവിതം കാരുണ്യ പ്രവർത്തനത്തിലൂടെ മഹനീയ മാതൃകയാക്കി മാറ്റിയ വ്യക്തിയാണ് സുരേഷ് ഗോപി. ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോയവരെയും കഠിന രോഗങ്ങളാൽ വ്യഥകൾ അനുഭവിക്കുന്നവരെയും ജാതി ചിന്തകൾ ഇല്ലാതെ, കൊടിനിറങ്ങൾ നോക്കാതെ ആത്മാർത്ഥമായി സാമ്പത്തിക സ്നേഹ സഹായങ്ങൾ ചെയ്യുക എന്നത് ഈ മഹാമനുഷ്യന്റെ ജീവിത വ്രതം തന്നെയാണ്. എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്ന ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ ഒരു സാമൂഹിക മാറ്റത്തിന് കൂടി തുടക്കമാവും. ഇനിയും അർഹരായ നിരവധി ട്രാൻസ്ജെൻഡേഴ്സ് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ബാക്കിയുണ്ട്. ഇത്തരം ശസ്ത്രക്രിയകൾക്ക് വ്യക്തികളോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ ഗവൺമെന്റ് പരിശോധിച്ച് സാമ്പത്തിക സഹായം നൽകിയവർക്ക് തുക തിരികെ നൽകാറുമുണ്ട്. എന്നാൽ അങ്ങനെ ലഭിക്കുന്ന തുക ഇനിയും അർഹരായ മറ്റ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ശസ്ത്രക്രിയകൾക്ക് വിനിയോഗിക്കാനായി താൻ തിരികെ നൽകുമെന്ന് തൃശൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ സാമ്പത്തിക സഹായ വിതരണം നൽകിക്കൊണ്ട് മലയാളത്തിന്റെ പ്രിയ നടൻ അറിയിച്ചു. സർജറിക്ക് നമ്മൾ കൊടുക്കുന്ന ഫണ്ട് നമുക്ക് റീഫണ്ട് ചെയ്ത് നിലവിൽ കിട്ടും. അപ്പം നമ്മൾ ഇപ്പോൾ ഈ സുരേഷ് ഗോപി സാറ് തരുന്ന ഫണ്ട് നിലവിൽ ഇപ്പോൾ 10 പേർക്ക് കൊടുക്കുന്നുണ്ട്. ആ പൈസ ഈ റീഫണ്ട് കിട്ടുമ്പോൾ നമ്മൾ തന്നെ അത് തിരിച്ച് മേടിച്ചിട്ട് വീണ്ടും അടുത്ത 10 പേർക്ക് ഒരു ചെയിൻ സർവീസ് പോലെ തന്നെ സർജറിയിലേക്ക് തന്നെ ഈ ഫണ്ട് മുടക്കി അങ്ങനെ പ്രോസസ്സിംഗ് ആയിട്ടാണ് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റാർട്ടിങ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് 1 വർഷം, 3 മാസം, ഏറ്റവും ചുരുങ്ങിയത് 3 മാസം അല്ലെങ്കിൽ 6 മാസം, അങ്ങനെ ചിലപ്പോൾ ഇപ്പം നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും 3 മാസം അല്ലെങ്കിൽ ഒരു 3 വർഷമൊക്കെ ആയിട്ടും സർജറി ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പോൾ നമ്മൾ 10 പേര് ലിസ്റ്റിൽ പെടുത്തി. പെട്ടെന്നൊരാൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞാലും നമ്മളത് അവരെ അതിനോട് യോജിച്ച് അല്ലെങ്കിൽ അവരുടെ ശരീരം അതിന് പാകപ്പെട്ടു എന്ന് ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം ഡോക്ടർ സർട്ടിഫിക്കറ്റോട് കൂടി അവരുടെ പൂർണ്ണ സമ്മതത്തോടും കൂടി മാത്രമാണ് ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ചടങ്ങിൽ പ്രതീക്ഷ ഫൗണ്ടേഷൻ ചെയർമാൻ ഉത്തം കുമാർ, ചാനൽ 91 ന്യൂസ് ചീഫ് എഡിറ്ററും സാംസ്കാരിക പ്രവർത്തകനുമായ TR ദേവൻ, സുജിത് ഭാരത്, കിരൺ കേശവൻ, ബിജു പുളിക്കക്കണ്ടം, ഷീബ സുനിൽ ഉൾപ്പെടെ നിരവധി പ്രശസ്തർക്കൊപ്പം 100 കണക്കിന് ട്രാൻസ്ജെൻഡേഴ്സും ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്നു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.